ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. 2016-17 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ പ്ലേ ക്ലാസ്, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക KG സെക്ഷൻ, ഉന്നത നിലവാരമുള്ള അധ്യാപകർ, കരാട്ടെ, യോഗ ക്ലാസുകൾ, ചിട്ടയായ അധ്യാപനം, മികച്ച അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ, സയൻസ്, മാത്സ് ലാബുകൾ, കുട്ടികളിലെ കലാകായിക രംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആർട്സ് ആൻഡ് സ്പോർട്സ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ്. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിജിത് കുമാർ. പ്രധാന വാർത്തകൾ. ജില്ലാ കമ്മിറ്റി ഇളവ് നൽകി. പുനലൂരിൽ സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് K രാജു CPI സ്ഥാനാർത്ഥിയാകും. റവന്യൂ മന്ത്രിക്കെതിരെ ആദിവാസി ദളിത് മുന്നേറ്റ സമിതി ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അട്ടിമറിക്കുന്നതായും ആരോപണം. തെന്മല പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നില്ലെന്ന പരാതി. കേന്ദ്ര ഫണ്ട് ലഭ്യമാകാനുള്ള താമസമെന്ന പഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണയും സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് K രാജു CPI സ്ഥാനാർത്ഥിയാകും. ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക ഇളവോടെയാണ് K രാജു മത്സരരംഗത്തേക്ക് എത്തുന്നത്. പുനലൂരിലെ CPI സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിനും ഊഹാപോഹങ്ങൾക്കും വിരാമമായി. സിറ്റിംഗ് MLAയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് K രാജുവിനെ തന്നെ വീണ്ടും മത്സരരംഗത്തിറക്കാനാണ് CPI സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. 2 തവണ മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന പാർട്ടി തീരുമാനത്തിന് ജില്ലാ കമ്മിറ്റി നൽകിയ ഇളവോടെയാണ് രാജു മത്സരരംഗത്തെത്തുന്നത്. ചടയമംഗലം MLA മുല്ലക്കര രത്നാകരനും ജില്ലാ കമ്മിറ്റി ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിജയസാധ്യത കണക്കിലെടുത്താണ് ഇരുവരെയും വീണ്ടും മത്സരരംഗത്തിറക്കാൻ CPI നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ കരുനാഗപ്പള്ളി MLA C ദിവാകരന് ജില്ലാ കമ്മിറ്റി ഇളവ് അനുവദിച്ചില്ല. CMP നേതാവ് MV രാഘവനെ പരാജയപ്പെടുത്തി 2006-ലാണ് K രാജു ആദ്യമായി നിയമസഭയിലെത്തുന്നത്. 2011-ൽ കോൺഗ്രസ് നേതാവും KPCC ട്രഷററുമായ ജോൺസൺ എബ്രഹാമിനെയും K രാജു പരാജയപ്പെടുത്തി. മുൻ MLAയും CPI സംസ്ഥാന കൌൺസിൽ അംഗവുമായ PS സുബാൽ, AITUC സംസ്ഥാന സെക്രട്ടറി H രാജീവൻ എന്നിവരുടെ പേരുകളും പാർട്ടി പരിഗണിച്ചെങ്കിലും പുനലൂരിൽ 3-ാം തവണയും K രാജുവിനാണ് നറുക്കുവീണത്. കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അനുകൂല ഘടകമായി മാറും എന്ന പ്രതീക്ഷയിലാണ് CPI നേതൃത്വം. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ഇറച്ചിക്കട ലേലം CPM നേതൃത്വത്തിൽ തടഞ്ഞു. അംഗൻവാടിയോട് ചേർന്ന് ഇറച്ചിക്കട പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ചാണ് ഇറച്ചിക്കടയുടെ ലേലം തടഞ്ഞത്. ഇറച്ചിക്കടയ്ക്ക് അനുയോജ്യമായ മറ്റു സ്ഥലം കണ്ടെത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. നരിക്കലിൽ വർഷങ്ങളായി മാർക്കറ്റില്ലാത്ത സ്ഥലത്തെ ഇറച്ചി കച്ചവടം നടന്നുവരികയായിരുന്നു. തുടർന്ന് ഇവിടെ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി ഒരു വിപണന കേന്ദ്രം സ്ഥാപിച്ചിരുന്നു. 3 മാസം മുൻപേ അഡ്വക്കേറ്റ് K രാജു MLA ഇതേ സ്ഥലത്തെ അംഗൻവാടിയും അനുവദിച്ചു. ഇവിടെ നിരവധി കുട്ടികൾ അംഗൻവാടിയിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഈ അംഗൻവാടിയിൽ നിന്നും 100 മീറ്റർ പോലും അകലെയല്ലാതെയാണ് ഇറച്ചിക്കട പ്രവർത്തിക്കുന്നത്. ഇത് സംബന്ധിച്ച് കുട്ടികളുടെ മാതാപിതാക്കളടക്കം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് പരാതി നൽകുകയുണ്ടായി. ഈ വിഷയം പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം
ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ CPM മെമ്പർമാരുടെ അഭാവത്തിൽ കൂടിയ ഒരു കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ ലേലം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് CPM ലേലം ചെയ്യാനുള്ള ശ്രമത്തിനെതിരെ സമരം ചെയ്തത്. എന്നാൽ ഇറച്ചിക്കട ഇവിടെ നിന്നും മാറ്റുമെന്നും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. രാജൻപിള്ള നൽകിയ ഉറപ്പിനെ തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു. പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള സ്ഥലത്ത് ഇറച്ചി കച്ചവടം മാത്രം നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ജില്ലാ പഞ്ചായത്തിന്റെ S. ജയമോഹന്റെ സഹായത്തോടുകൂടി ഒരു 25 ലക്ഷം രൂപയുടെ വിപണന കേന്ദ്രം അവിടെ സ്ഥാപിച്ചു. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഏതാണ്ട് 2-3 മാസം മുമ്പ് ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അത് MLA അടക്കമുള്ളവർ ഉദ്ഘാടനം ചെയ്യും. നമ്മൾ അതിലൊരു അംഗനവാടി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ 5ഓളം കുട്ടികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അംഗനവാടി നിലവിൽ ഏതാണ്ട് 16 പിള്ളേരോളം ഇപ്പം പ്രവർത്തിക്കുന്നു, ഇപ്പം പഠിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് 1 മീറ്റർ പോലും അകലമില്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മുടെ ഇറച്ചിക്കട പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനെ ബന്ധപ്പെട്ട് നാട്ടിൽ ഒരുപാട് പരാതികൾ വരികയും തൊട്ട് സമീപത്തെ വാർഡ് വൈസ് പ്രസിഡന്റായിട്ടുള്ള ജയലക്ഷ്മിയുടെ അടുത്തും എൻ്റെ അടുത്തും വ്യക്തിപരമായും അല്ലാതെയും ഈ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളെല്ലാം തന്നെ പരാതികൾ നാട്ടുകാരുമൊക്കെ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് ഭരണസമിതിയിൽ അറിയിച്ചിട്ടുണ്ട്. പ്രസിഡന്റിനെ ധരിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. എന്നാൽ CPMന്റെ മെമ്പർമാർ ഇല്ലാതെ ഒരവസ്ഥയിൽ കൂടിയൊരു കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ UDFന്റെയും ഒക്കെ ഒരു അഭിപ്രായത്തിൽ ഈ ഇറച്ചിക്കട ലേലം ചെയ്യണമെന്നുള്ളൊരു തീരുമാനമുണ്ടായി. അപ്പോൾ ആ ലേലം തീരുമാനിച്ചിരിക്കുന്നത് ഇന്നും നാളെ പഞ്ചായത്ത് കമ്മിറ്റിയും ആയിരിക്കെ നമ്മളിവിടെ നാട്ടിലുള്ളവരും ഈ പരാതിക്കാരും ഞാനും വൈസ് പ്രസിഡന്റായിട്ടുള്ള ജയലക്ഷ്മിയും നിരവധി പാർട്ടി പ്രവർത്തകരും ഒക്കെ ഇവിടെ വന്ന് ലേലം നടക്കുന്നതിന് മുമ്പായി നമ്മൾ പ്രസിഡന്റിന് ഈ ഒരു വിയോജിപ്പ് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ ഒരു ചർച്ച പ്രസിഡന്റ് നടത്തി. പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൂട്ടായ ഒരു ചർച്ച ഇറച്ചി കോൺട്രാക്ടറെ കൂടെ ഉൾപ്പെടുത്തി നടത്തി ഒരു അനുയോജ്യമായിട്ടൊരു സ്ഥലം മാറ്റി കണ്ടെത്തുന്നതുവരെ അവിടെ നരിക്കൽ അംഗനവാടിയുടെ സമീപത്ത് ഇനി ഒരു ഇറച്ചിക്കട പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാം ഇവിടെ സമാധാനത്തോടെ. ഉപരോധ സമരത്തിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ജയലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനി J. ബാബു, നസീറ, ജയശ്രീ എന്നിവർ നേതൃത്വം നൽകി. എന്നാൽ ലേലം കൂട്ടായി എടുത്ത തീരുമാനമാണെന്നും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നോടൊപ്പം ഉണ്ടെന്നും ഈ പ്രശ്നത്തിനെതിരെ പൊതുവായ അഭിപ്രായം വന്നാൽ അത് കേൾക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻപിള്ള അറിയിച്ചു. നമ്മളെ ഇവിടെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ലേലം കഴിഞ്ഞ ഒരു ദിവസം നടന്നു. അതായത് ലേലം യഥാർത്ഥത്തിൽ ലേലം പരസ്യമായി തന്നെ ലേലം ചെയ്താൽ ലേലം അംഗീകരിക്കും. പല ജനപ്രതിനിധികളും ആ ലേലത്തിലുണ്ട്. ആ അംഗീകരിക്കപ്പെട്ട ലേലത്തെ സംബന്ധിച്ച് പിറ്റേ പഞ്ചായത്ത് കമ്മിറ്റിക്ക് സ്ഥിരപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് അംഗീകാരം മേടിക്കാൻ ആ കമ്മിറ്റിയിൽ വരുമ്പോൾ തർക്കം ഉന്നയിക്കുകയും ലേലം സ്ഥിരപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശം ഉണ്ടാവണമെന്ന് പ്രസിഡന്റ് ഞാൻ പറയുകയും ചെയ്തത്. അതിൽ ഒരു സ്വതന്ത്ര മെമ്പർ പോയി അഭിപ്രായത്തിലെ വാർഡായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ 4 LDFിലെ പ്രധാനപ്പെട്ട CPMന്റെ 4 മെമ്പർമാരായ ഇറങ്ങി പോയി അതിൽ പ്രതിഷേധിച്ചു. എന്നാൽ CPMന്റെ വലിയ നേതൃത്വത്തിൽപ്പെട്ട സഖാവ് ഉൾപ്പെടെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ലേലം സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞു. CPMന്റെ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അത്തരത്തിൽ ആ ലേലം അംഗീകരിച്ചു പോകണം. അതായത് നമുക്ക് പ്രത്യേകിച്ച് അതിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കാൻ നമ്മൾ മനസ്സിലാക്കി. ഈ ഭരണസമിതി എപ്പോഴും ബാധിച്ചില്ല. അനധികൃതമായി അംഗൻവാടിക്ക് അനുമതി നൽകിയതാണെന്നും അതിനെ മാർക്കറ്റിന്റെ ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനം അതിന്റേതായ ആവശ്യങ്ങൾക്കുമാണെന്നും അനധികൃതമായി അംഗൻവാടിക്ക് അനുമതി നൽകിയതാണെന്നും ഇതിനെ അനുമതി കൊടുത്തവരും ഉദ്യോഗസ്ഥരും മറുപടി പറയണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് K. രഘു ആരോപിച്ചു. 15 വർഷമായിട്ട് കരവാളൂർ പഞ്ചായത്തിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ അങ്ങനെ നരിക്കൽ പബ്ലിക് മാർക്കറ്റിൽ ഒരു അംഗനവാടി ഇല്ല. പബ്ലിക് മാർക്കറ്റിൽ അംഗനവാടിക്ക് അനുമതി കൊടുക്കാനുള്ള അധികാരം ആർക്കുമില്ല. മാർക്കറ്റിന്റേതായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ആവശ്യക്കും അങ്ങനെയാണ് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നരിക്കൽ പബ്ലിക് മാർക്കറ്റിൽ അങ്ങനെ ഒരു അംഗനവാടിക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അനുമതി കൊടുത്ത ഭരണസമിതിയായാലും അന്ന് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരായാലും അതിന് മറുപടി പറയേണ്ടതായിട്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ഭീമൻ രഘു കളം നിറഞ്ഞു കഴിഞ്ഞു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുള്ളുമല ആദിവാസി കോളനിയിലും
കുരിയോട്ടുമല ആദിവാസി കോളനിയിലും രഘു സന്ദർശനം നടത്തി. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ മുള്ളുമല ഗിരിജൻ കോളനിയിലെത്തിയ ഭീമൻ രഘുവിനെ കോളനി നിവാസികൾ സ്വീകരിച്ചു. കയറിക്കിടക്കാൻ വീടുപോലുമില്ലാതെ ദുരിതമനുഭവിക്കുന്ന നിരവധി ആദിവാസി കുടുംബങ്ങളാണ് മുള്ളുമല ഗിരിജൻ കോളനിയിലുള്ളത്. കോളനിയിലെ എല്ലാ വീടുകളിലും നേരിട്ടെത്തിയാണ് ഭീമൻ രഘു സന്ദർശനം നടത്തിയത്. ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് ആവശ്യമായ പരിഹാരം കാണുമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല. അതിപ്പോൾ നമ്മൾ പോയിടത്തേക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോയിടത്ത് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അത് കിട്ടിയിട്ടില്ല. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വെളിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം പോകേണ്ട ഒരു പിന്നെ വിദ്യാഭ്യാസമായിട്ടുള്ള യാതൊരു ഇതുമില്ല. കാരണം ആകെയുള്ള അംഗനവാടി എന്ന് പറഞ്ഞത് ഒരെണ്ണം കണ്ടിട്ട് തന്നെ എനിക്ക് പേടി തോന്നുന്നുണ്ട്. ഇതിനകത്ത് എങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നുള്ള അറിയാൻ. വികസനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞ ഒരു വികസനം എന്ന് പറയുന്നത് കെട്ടിച്ചമച്ചതാണോ എന്നൊരു സംശയം. ആ രീതിയിൽ വികസനമായി മാറിയിരിക്കുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും പറയുന്ന ഒരു പൊന്നോമന വാക്ക് എനിക്ക് പറയാനൊക്കത്തില്ല. ഞാൻ പറയില്ല, ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു തരാം. പക്ഷെ അത് എനിക്ക് അതിനുള്ള സമയം നിങ്ങൾ തരണം, തന്നെങ്കിൽ മാത്രമേ ചെയ്യാനൊക്കെ ഉള്ളൂ. മാറി മാറി ഭരണം നടത്തുന്ന ഇടതു വലതു മുന്നണികൾ ആദിവാസികളുടെ ക്ഷേമത്തിനായി യാതൊന്നും ചെയ്യുന്നില്ലെന്നും ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടപ്പോഴാണ് ബോധ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രം നൽകുന്ന പണം ഉമ്മൻചാണ്ടി സർക്കാർ വകമാറ്റി ചിലവഴിക്കുകയാണ്. മുള്ളുമലയിൽ തകർന്നു കിടക്കുന്ന അംഗൻവാടി കെട്ടിടം സ്പോൺസർമാരെ ഉപയോഗിച്ച് നവീകരിക്കാനും കോളനിയിൽ കുടിവെള്ളം എത്തിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഭീമൻ രഘു പറഞ്ഞു. എല്ലാ കാര്യങ്ങളും എന്നാൽ കഴിയും എന്നെനിക്ക് നല്ല വിശ്വാസം ഉറപ്പുണ്ട്. ഞാൻ ചെയ്തു തരും. പക്ഷേ ഈ ഒരു ലിമിറ്റിനിടയ്ക്ക് 19 ദിവസമുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് മാക്സിമം ചെയ്യാനുള്ള പെട്ടെന്ന് ചെയ്യാനുള്ള പരിപാടി ഈ അംഗനവാടി അതിന്റെ ഏർപ്പാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഏർപ്പാട്. ഏത് ഫണ്ടിൽ നിന്ന്? അതോ താങ്കൾ? അല്ല, അത് സ്പോൺസറുണ്ട്. എനിക്കുള്ള സ്പോൺസേഴ്സ് ഉണ്ട്. ആ ഇത് വെച്ചിട്ടാണ് ഞാനിത് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. BJP നേതാവ് സുഭാഷ് പട്ടാഴിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. LDF നേതൃത്വത്തിൽ പത്തനാപുരത്ത് മണിനാഥം എന്ന പേരിൽ കലാഭവൻ മണിയുടെ അനുസ്മരണ സമ്മേളനവും കലാഭവൻ മണിയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധ്യയും അരങ്ങേറും. ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന പരിപാടി ചലച്ചിത്ര താരം ജയറാം ഉദ്ഘാടനം ചെയ്യും. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസിൽ നടക്കുന്ന ചടങ്ങ് ചലച്ചിത്ര താരം പത്മശ്രീ ജയറാം ഉദ്ഘാടനം ചെയ്യുമെന്ന് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലാഭവൻ മണി അനുസ്മരിച്ചുകൊണ്ട് തെന്നിന്ത്യൻ സിനിമയിലെ പ്രമുഖനായ നടൻ പത്മശ്രീ ജയറാമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. MLA ഗണേഷ് കുമാറാണ് അധ്യക്ഷനായിട്ടുള്ളത്. നിരവധി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ആളുകളും നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള ആളുകളെല്ലാം കൂടെ പങ്കെടുക്കുന്ന പത്തനാപുരത്തെ ജനങ്ങൾ നൽകുന്ന ഒരു വലിയ ആദരവായിരിക്കും ഈ മണിനാഥം എന്നുള്ളത്. ശക്തിഗാഥ എന്ന് പറഞ്ഞ് ദേവനാഥ മാസ്റ്റർ രൂപം നൽകിയ ആ പരിപാടി ഇവിടെ അതിനുശേഷം അവതരിക്കും. ഡോക്ടർ DP പ്രേമും നാടൻപാട്ടിൻ്റെ കുലപതിയായിട്ടുള്ള ഡോക്ടർ CJ കുട്ടപ്പൻ, അതുപോലെ തന്നെ കലാഭവൻ മണിയോടുകൂടെ പാടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗർമാരായിട്ടുള്ള സന്നിധാനം, സോമദാസ് തുടങ്ങിയ എല്ലാവരും കൂടെ ചേർന്നൊരു പ്രമുഖത്തിൽ ഈ ശക്തിഗാഥയും അതുപോലെ ഗാനമേളയും എല്ലാം കൂടെ ചേർന്ന് മണിനാഥം എന്നൊരു പരിപാടിയാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ KB ഗണേഷ് കുമാർ MLA അധ്യക്ഷത വഹിക്കും. KN ബാലഗോപാൽ MP, ചിറ്റയം ഗോപകുമാർ MLA, B അജയകുമാർ, K രാജഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയല്ല, മുൻകൂട്ടി തീരുമാനിച്ച അനുസ്മരണ പരിപാടിയാണിതെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഇത് നേരത്തെ നമ്മൾ തീരുമാനിച്ചതാണ്. ജയറാമിന്റെ ഡേറ്റിലെ അങ്ങനെ തെരഞ്ഞെടുപ്പ് നാളെ LDF പരിപാടി എന്താണ്? അത് തെരഞ്ഞെടുപ്പ് പരിപാടി അല്ലല്ല, ഇത് നേരത്തെ നമ്മൾ ഡേറ്റ് ഇട്ടതാണ്. ഇപ്പൊ ജയറാമിന് ഡേറ്റ് ഇട്ടതാണ് ഇന്നാണ്. അനുസ്മരണ ചടങ്ങിന് ശേഷം കലാഭവൻ മണി പാടിയ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗാനമേളയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ CPM നേതാക്കളായ B അജയകുമാർ, N ജഗദീശൻ, കേരള കോൺഗ്രസ് B നേതാവ് നെടുവന്നൂർ സുനിൽ, SM ഷെരീഫ്, അയൂബ് ഖാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വനമേഖലയിൽ വിവിധ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി. കുളത്തൂപ്പുഴ അരിപ്പ വനമേഖലയിലാണ് റവന്യൂ, പോലീസ്, എക്സൈസ് സംഘങ്ങൾ സംയുക്ത പരിശോധന നടത്തിയത്. കുളത്തൂപ്പുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും കുളത്തൂപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ C സെൽവരാജിന്റെ നേതൃത്വത്തിലുള്ള വനപാലകരും പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘവുമാണ് റെയ്ഡിൽ പങ്കെടുത്തത്.
അരിപ്പ അമ്പലത്തിന് സമീപത്തു നിന്നും വനത്തിലൂടെ ആരംഭിച്ച റെയ്ഡ് ചതുപ്പ് കോളനി വഴി ചോഴിയക്കോട്ട് അവസാനിച്ചു. റെയ്ഡിനിടെ തോടിന്റെ കരകളിൽ പലയിടത്തും അസ്വാഭാവികമായി അടുപ്പുകൾ കൂട്ടി എന്തോ പാകം ചെയ്തിരുന്ന നിലയിൽ കണ്ടതൊഴിച്ചാൽ കാര്യമായി മറ്റൊന്നും കണ്ടെത്താൻ സംഘത്തിന് കഴിഞ്ഞില്ല. വ്യാജമദ്യങ്ങൾ അമർത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് വിഭാഗങ്ങൾ സംയുക്തമായിട്ട് നടത്തുന്ന റെയ്ഡിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ റെയ്ഡ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇലക്ഷൻ പ്രമാണിച്ച് കൂടുതൽ മദ്യം സൂക്ഷിക്കാൻ, വ്യാജമദ്യം സൂക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കണക്കൂട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. Pushpagreen Central School, Edaman 34. The school follows CBSE curriculum, most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. In Pushpagreen, happy kids, children play, learn, and grow together. Bus facilities are available. Pushpagreen Central School, Edaman 34. Managed by Pushpagreen Educational and Charitable Trust. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം, GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. പറയാതെ ഞാൻ കാത്തിരുന്ന ദിവസം മറക്കാൻ കഴിയുന്നതല്ല. നീ എന്റേതായ നിമിഷം. പരിശുദ്ധമായ സ്വർണം ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കമേകുന്നു. പവിത്രം ജുവലേഴ്സ്, മാർക്കറ്റ് റോഡ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ഹോളി മാസ് സെൻട്രൽ സ്കൂൾ, ഇടമൺ. കമ്പ്യൂട്ടർ ടീച്ചിംഗ്, മികച്ച സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ്, അഫോർഡബിൾ ഫീസ്, ഫ്രീ ആൻഡ് സ്പെഷ്യൽ ട്യൂഷൻ ഫോർ ദ ബാക്ക്വേർഡ്. എല്ലാ റൂട്ടിലേക്കും സ്കൂൾ ബസ് സൗകര്യവും, പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ അധ്യാപനം, പുതിയ കരിക്കുലം അനുസരിച്ച് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്സ് ആൻഡ് സ്പോർട്സ്, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, സ്മാർട്ട് ക്ലാസ് എന്നിവ ഞങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കായി ഉറപ്പു നൽകുന്നു. Classes started for LKG to all classes. Holy Mass Central School, Idaman. അരിപ്പ ഭൂസമരവുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ റവന്യൂ, പോലീസ് ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുന്നതായി ആക്ഷേപം. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ദളിത് വിരുദ്ധ നയമാണ് സമരം ഒത്തുതീർപ്പാക്കാൻ കഴിയാത്തതിന് കാരണമെന്നും സമരസമിതി ഭാരവാഹികൾ ആരോപിച്ചു. ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ 1200-ലേറെ ദിവസമായി അരിപ്പയിൽ ഭൂസമരം നടന്നുവരികയാണ്. എന്നാൽ കൃഷിഭൂമി നൽകി പ്രശ്നം പരിഹരിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് അട്ടിമറിച്ചതായി സമരസമിതി പ്രവർത്തകർ പുനലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സർക്കാരിനെ സമീപിക്കുകയും കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതി മുട്ടനാട് ദേശീയാടിസ്ഥാനത്തിൽ ഭൂമിക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തുകയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നടത്തിയ കൂട്ടുപവാസത്തെ തുടർന്നു. ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഞങ്ങളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുകയും 15 ദിവസത്തിനകം അരിപ്പയിലുള്ള കയ്യേറ്റക്കാരെ വിശേഷിപ്പിക്കുന്ന എന്നാൽ ഭൂമിയുടെ യഥാർത്ഥ മണിന്റെ അവകാശം അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ഭൂമി കണ്ടെത്തിയേക്കാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ അന്നത്തെ ചർച്ചയിൽ
റവന്യൂ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പാണ്. പ്രത്യേകിച്ചും ഇത്തരം സമരങ്ങളോടൊന്നും അദ്ദേഹത്തിന് യോജിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലും പലപ്പോഴും യഥാർത്ഥ ഭൂമിയുടെ അവകാശങ്ങൾ ഭൂമി ചോദിക്കുമ്പോൾ മുഖത്ത് നൽകാൻ ഭൂമിക്ക് നല്ല സ്ഥിരം ഭാഗം അദ്ദേഹം അവിടെ ഉന്നയിക്കാൻ ശ്രമിച്ചുവെങ്കിലും മുഖ്യമന്ത്രിയുടെ നിർബന്ധത്തെ തുടർന്ന് 15 ദിവസത്തിനകം തന്നെ ലിസ്റ്റ് എടുക്കാമെന്ന് അദ്ദേഹം ഉറപ്പുവരുന്നു. എന്നാൽ പിന്നീട് സംഭവിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരെ അദ്ദേഹം സ്വാധീനിക്കുകയും പോലീസിലെ രഹസ്യ അന്വേഷണ വിഭാഗങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് എടുക്കാൻ വന്നാൽ ഞങ്ങൾ അവരെ തടയുന്നു, ഇവിടെ കൂട്ടാത്മഹത്യക്കുള്ള കാര്യങ്ങൾ നടക്കും, അതുകൊണ്ട് സമരഭൂമിയിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ചെന്നെത്താൻ സാധിക്കില്ല എന്ന രീതിയിലുള്ള തെറ്റായ റിപ്പോർട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് വളരെ ബോധപൂർവ്വം തന്നെ റവന്യൂ വകുപ്പ് ഈ ഒത്തുതീർപ്പ് നടപടി അട്ടിമറിക്കുന്ന പശ്ചാത്തലമാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 19 അരിപ്പ ഭൂസമര സമിതിയുമായും ഏകതാ പരീഷത്ത് നേതൃത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി, റവന്യൂ ഉദ്യോഗസ്ഥർ, പട്ടികജാതി പട്ടികവർഗ മന്ത്രിമാരുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയെ തുടർന്നാണ് അരിപ്പ ഭൂസമരത്തിൽ പങ്കെടുത്തു വരുന്നവരുടെ കുടുംബങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി അർഹത പരിശോധിച്ച് കൃഷിഭൂമി കണ്ടെത്തി നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശിന്റെ ദളിത് വിരുദ്ധ നയം മൂലം നാളിതുവരെ ലിസ്റ്റ് എടുക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടില്ലെന്നും സമരസമിതി ഭാരവാഹികൾ ആരോപിച്ചു. രഹസ്യ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സമരഭൂമിയിലെത്തിയാൽ തടയുമെന്നും കൂട്ട ആത്മഹത്യ ചെയ്യുമെന്നുമുള്ള തെറ്റായ വിവരങ്ങൾ എഴുതി വാങ്ങിയാണ് അരിപ്പ ഭൂസമരം പരിഹരിക്കാനുള്ള നടപടിയെ അട്ടിമറിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. ദളിത് വിഭാഗങ്ങൾക്കും അടിച്ചമർത്തപ്പെടുന്നവർക്കും ഭൂമി നിഷേധിക്കുന്ന സർക്കാർ മത സാമുദായങ്ങൾ കൈയേറിയിട്ടുള്ള ഭൂമിയും സർക്കാർ ഭൂമിയും വിട്ടു നൽകുകയാണ് ചെയ്തതെന്നും ഇവർ ആരോപിച്ചു. വിവിധ പദ്ധതികൾക്കായി നൽകിയിട്ടുള്ള ഭൂമികൾ പദ്ധതി ഉപേക്ഷിച്ചിട്ടും സർക്കാർ തിരിച്ചെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ഭൂമി കൈയേറിയവരെ കുടിയേറ്റക്കാരെന്ന ഓമനപ്പേർ നൽകി കോടികൾ വിലമതിക്കുന്ന ഭൂമി ഓരോരുത്തർക്കും 4 ഏക്കർ വരെ ഉപാധിരഹിതമായി പട്ടയം നൽകുകയായിരുന്നു അത്രേ. ഭൂരഹിതരില്ലാത്ത കേരളം അഥവാ സീറോ ലാൻഡ്ലെസ് കേരള പദ്ധതിയുടെ ഭാഗമായി 3 സെന്റ് ഭൂമി വീതം പട്ടയം കൈപ്പറ്റിയിട്ടുള്ള കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തി നൽകാൻ സാധിക്കാത്ത സർക്കാർ വൻകിട മൂലധന ശക്തികൾക്ക് മിച്ചഭൂമിയും നിയമവിരുദ്ധമായി കൈവശം വെച്ചുവരുന്ന തോട്ടം ഭൂമിയും മെത്രാങ്കായലും ചെമ്പ് പ്രദേശത്തെ ചതുപ്പ് നിലങ്ങളും പതിച്ചു നൽകുകയായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. അരിപ്പ ഭൂസമരം ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അട്ടിമറിച്ച റവന്യൂ പോലീസ് വകുപ്പിനെതിരെ മാർച്ച് 31 പുനലൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്താനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. സമരസമിതി നേതാക്കളായ ശ്രീരാമൻ കൊയ്യോൻ, വി രമേശൻ, ജി ചന്ദ്രശേഖരൻ പിള്ള, എസ് രാജേന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പളം നൽകുന്നില്ലെന്ന പരാതി. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം തടയുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി. തൊഴിലുറപ്പ് തൊഴിലാളികൾ തിങ്കളാഴ്ച രാവിലെ 11 പഞ്ചായത്ത് പടിക്കൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 7 മാസക്കാലത്തെ കുടിശ്ശിക ലഭിക്കാനുണ്ടെന്നും മാസങ്ങളായി പഞ്ചായത്ത് അധികൃതരോട് പരാതി പറയുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. 57 പണി 60 പണി വീതം ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. നാളിതുവരെയായിട്ടും ശമ്പളം തന്നിട്ടില്ല. അതിന്റെ പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൽ വന്നിരിക്കുന്നത്. പാവപ്പെട്ടവരായ കിളവിമാരും അമ്മമാരും കാല് വയ്യാത്തവരും കൈ വയ്യാത്തവരും എല്ലാവരും ഉണ്ട്. അവർക്കൊന്നും ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ല. അതിനൊരു പരിഹാരം കണ്ടതിന് ശേഷമേ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോവുകയുള്ളൂ. മാസാമാസം ഇവിടുത്തെ ജീവനക്കാരായ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അവർക്ക് യാതൊരുവിധ ഊർജിതവും ഉത്തരവാദിത്വവും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത്രയും സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനം ഉണ്ടാക്കണം. നേരത്തെ ഞങ്ങൾക്ക് 1 മാസം 1.5 മാസത്തിനകത്ത് ശമ്പളം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 15 ദിവസം 10 ദിവസമൊക്കെ ആകുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഫണ്ട് വരാത്തോണ്ടാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഈ മാർച്ച് 31 സമയങ്ങളിൽ കിട്ടിയിട്ടില്ല. മുൻപൊരിക്കലും ഇത്തരത്തിൽ കുടിശ്ശിക വന്നിട്ടില്ലെന്നും തങ്ങളുടെ പ്രശ്നം ഗൌരവമായി എടുത്ത് ഉടൻ പരിഹാരം കാണണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടു. പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകാത്ത പക്ഷം പഞ്ചായത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ മടിക്കില്ലെന്നും തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി. ഒരു പ്രതീക്ഷയില്ല കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് മാസാമാസമുള്ള ശമ്പളങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു പ്രതീക്ഷയില്ല. ഈ 3 ദിവസത്തിനകത്ത് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ഇന്ന് ഞങ്ങൾക്ക് എന്താ തീരുമാനമെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇനിയും പഞ്ചായത്ത് പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതാണ് ഞങ്ങളുടെ മുഖ്യമായ പ്രശ്നം. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ കീഴിലായതിനാൽ ഫണ്ടെത്താൻ കാലതാമസം നേരിടുന്നുവെന്നാണ് പഞ്ചായത്ത് വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ഫണ്ട് തടസ്സം നീക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെടൽ നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. അറയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി മംഗളപ്പൊങ്കാല നടന്നു. നിരവധി ഭക്തജനങ്ങൾ പൊങ്കാലയിൽ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ 7:30 ക്ഷേത്രം മേൽശാന്തി TK അബീഷ് പണ്ടാരയടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. നിരവധി ഭക്തജനങ്ങളാണ് ദേവീസന്നിധിയിൽ പൊങ്കാല അർപ്പിച്ച് സായുജ്യമടയാനെത്തിയത്. 10:30 പൊങ്കാല നിവേദ്യം നടന്നു. ക്ഷേത്രമുറ്റത്തും പരിസരത്തെ വഴികളിലുമെല്ലാം പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകി.
വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പൊങ്കാലയ്ക്കെത്തിയവർക്ക് കുടിവെള്ളവും വിതരണം ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് പ്രശസ്തമായ അറക്കൽ ദേവീക്ഷേത്രത്തിലെ വിളക്കെടുപ്പ്. വൈകിട്ട് 4 മണി മുതൽ കുതിരയെടുപ്പും നടക്കും. തുടർന്ന് രാത്രിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉത്സവാഘോഷങ്ങൾ 30-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഉയർപ്പ് തിരുനാളിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ആചരിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ലോകത്തിന്റെ പാപവും കുരിശിലേറ്റി 3-ാം നാൾ യേശുദേവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണകൾ പുതുക്കി ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഞായറാഴ്ച പുലർച്ചെ 3 മണിക്കാണ് പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിച്ചത്. ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരുടെ മേൽ സംബന്ധിപ്പാളയുടെ മേലുണ്ടാക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും 2 ലോകങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്നാലോ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുമായി ഭവിക്കണമേ. ദൈവതമ്പുരാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആയിരക്കണക്കിന് വിശ്വാസികളാണ് വിവിധ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിൽ പങ്കെടുത്തത്. ഇതോടെ വിശുദ്ധ വാരാചരണത്തിനും സമാപനമായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. 5 സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു.
പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution. Engineering courses offered here: civil engineering, computer science and engineering, electrical and electronics engineering, electronics and communication engineering, information technology, mechanical engineering, BTech regulations, BTech syllabus, MTech courses offered here: MTech in communication engineering, MTech in computer science and engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. Zodiac Silks. പത്തനാപുരം സോഡിയാക്കിൽ വൻ ഡിസ്കൗണ്ട് മേള. സോഡിയാക്കിന്റെ 1ാമത് വാർഷികം പ്രമാണിച്ച് ക്ലിയറൻസ് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും 50% ഡിസ്കൗണ്ട്, കൂടാതെ മറ്റനേകം സമ്മാനങ്ങളും. ഈ അവസരം ഏതാനും ദിവസങ്ങൾ മാത്രം. Zodiac Silks, opposite town, Juma Masjid, പത്തനാപുരം. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ചടയമംഗലം ഹരിശ്രീ ആശുപത്രിയിൽ ECG ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ചടയമംഗലം ഹരിശ്രീ ഹോസ്പിറ്റലിൽ സൗജന്യ ECG ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയുമായി സഹകരിച്ച് ECG ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ നടന്ന ECG ക്യാമ്പിന്റെ ഉദ്ഘാടനം ഹരിശ്രീ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ വി സജീവ് നിർവഹിച്ചു. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സായാലും ആത്മീയതയായാലും നമ്മുടെ സമൂഹത്തിന്റെ ഈ പങ്കും എല്ലാം വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ നല്ല ഒരു വ്യക്തിയാക്കി എടുക്കാൻ വേണ്ടി ആ ഒരു ശ്രമത്തിൽ നമ്മുടെ ഹരിശ്രീ ഹോസ്പിറ്റൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ഇവിടെ ക്യാമ്പിൽ എന്തെങ്കിലും ഹൃദയത്തിന് എന്തെങ്കിലും വൈകല്യങ്ങളുള്ളവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള ചികിത്സകൾ വലിയ ഹോസ്പിറ്റലിൽ വളരെ സൗജന്യ നിരക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ നല്ല ആരോഗ്യമുള്ള വ്യക്തികളാക്കി മാറ്റാനുള്ള സംവിധാനത്തിൽ നിങ്ങളെല്ലാം പങ്കാളിയാവുക, നിങ്ങളെല്ലാവരും സഹകരിക്കും. RSP കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം മഞ്ഞപ്പാറ സലീം ചടങ്ങിൽ അധ്യക്ഷനായി. ഷൈൻ വയല, ഷെഫീഖ്, റജി, ജയ സജീവ് എന്നിവർ സംസാരിച്ചു. ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ECGയിൽ വ്യത്യസ്ത അനുഭവപ്പെട്ടവർക്ക് തുടർ ചികിത്സയും നിർദ്ദേശിച്ചു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ മീരയുടെ സേവനം 2016 ഏപ്രിൽ മുതൽ ഹരിശ്രീ ഹോസ്പിറ്റലിൽ ലഭ്യമാകും. കിംസ് ആശുപത്രി HHFA കോർഡിനേറ്റർ ഷെഫീഖ്, ഹരിശ്രീ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ വി സജീവ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. ഓൾ കേരള ഡ്രൈവേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് UTUCയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തെന്മലയിൽ സംഘടിപ്പിച്ചു. ചടങ്ങ് NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് 5-ന് തെന്മല ജംഗ്ഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തെന്മല ഡിപ്പോയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ വേദിയിലെത്തിയത്. മോട്ടോർ വാഹനങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ വലിയ പീഡനങ്ങൾക്കിരയാകുന്നുവെന്നും സംഘടിക്കുന്നതിലൂടെ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ സാധിക്കൂ എന്നും യൂണിയന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഈ തൊഴിലാളികൾ നേരിടുന്ന ദുരിതപൂർണമായിട്ടുള്ള തൊഴിൽ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോറികളും ടിപ്പറുകളും അതുപോലെ ടെമ്പോ ഉൾപ്പെടെയുള്ള ചരക്ക് കയറ്റി പോകുന്ന മോട്ടോർ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖല കൂടിയാണ് തെന്മല, ആര്യങ്കാവ്, പുനലൂർ തുടങ്ങിയിട്ടുള്ള കിഴക്കൻ മേഖല. തമിഴ്നാട് സംസ്ഥാനവുമായി ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശം എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം തൊഴിൽ പ്രശ്നങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്ന വിഭാഗമാണ് ലോറി ഡ്രൈവേഴ്സ്, ലോറി ക്ലീനേഴ്സ് ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട വിഭാഗമാണ് കച്ചു കയറ്റി വരുന്ന ലോറികളും ആ ലോറികളിൽ പ്രവർത്തിയെടുക്കുന്ന ഡ്രൈവേഴ്സും ക്ലീനേഴ്സും അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. വിവിധ തലങ്ങളിലുള്ള പരിശോധനകളും
കർക്കശമായിട്ടുള്ള നിബന്ധനകളുടെയും ഒക്കെ ചുറ്റുവട്ടത്തിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നത് ഈ മേഖലയിൽ പണിയെടുക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ പണിയെടുക്കുന്ന ഡ്രൈവേഴ്സും ക്ലീനേഴ്സും ഉൾപ്പെടെയുള്ള തൊഴിലാളികളാണ്. ചടങ്ങിന് RSP കൊല്ലം ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് കെ തോമസ് അധ്യക്ഷത വഹിച്ചു. RSP പുനലൂർ മണ്ഡലം സെക്രട്ടറി M നാസർ ഖാൻ സ്വാഗതം പറഞ്ഞു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ R ശ്രീധരൻപിള്ള, UTUC കൊല്ലം ജില്ലാ സെക്രട്ടറി M സുൽഫി, UTUC താലൂക്ക് സെക്രട്ടറി B വർഗീസ്, RSP നേതാക്കളായ അംബിക, മഞ്ഞപ്പാറ സലീം, അഡ്വക്കേറ്റ് കട്ടയം സുരേഷ്, അബ്ദുൾ ലത്തീഫ്, മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. അഞ്ചൽ അരിസ്റ്റോ കോളേജിന്റെ രജത ജൂബിലി ആഘോഷവും മാഗസിൻ പ്രകാശനവും നടന്നു. അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹംസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ അരിസ്റ്റോ കോളേജിന്റെ രജത ജൂബിലി ആഘോഷവും മാഗസിൻ പ്രകാശനവും സംഘടിപ്പിച്ചു. ഡാനിയൽ അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് അനീഷ് സ്വാഗതം ആശംസിച്ചു. അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹംസ രജത ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും മാഗസിൻ പ്രകാശനവും നിർവഹിച്ചു. പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളടക്കം വിലയിരുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സമ്മേളനം. അതിലുപരിയായി ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം കൂടെ ചേർന്ന് ഈ കോളേജിന്റെ ചരിത്രവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ചരിത്രമടക്കം ഒരു വലിയ മാഗസിൻ തയ്യാറാക്കി അതിന്റെ പ്രകാശന കർമ്മം അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ VY വർഗീസ്, N രവി, അനിൽ, ജോയി, വിനോദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ കമ്മിറ്റി ഇളവ് നൽകി. പുനലൂരിൽ സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് K രാജു CPI സ്ഥാനാർത്ഥിയാകും. റവന്യൂ മന്ത്രിക്കെതിരെ ആദിവാസി ദളിത് മുന്നേറ്റ സമിതി ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അട്ടിമറിക്കുന്നതായും ആരോപണം. തെന്മല പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നില്ലെന്ന പരാതി. കേന്ദ്ര ഫണ്ട് ലഭ്യമാകാനുള്ള താമസമെന്ന പഞ്ചായത്ത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.